രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരിക്കെ തന്നെ വക്കീൽ വേഷത്തിൽ സ്വന്തം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സുപ്രീം കോടതിയിലെത്തി വാദങ്ങൾ നിരത്തി എന്ന അത്ഭുതകരമായ ജനാധിപത്യ അവകാശ സംരക്ഷണ സമരം ശ്രീമതി മമതാ ബാനർജിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായി. ബംഗാളിലെ ഏകദേശം 1.25 കോടി വരുന്ന ജനങ്ങളുടെ വോട്ടവകാശത്തെ അട്ടിമറിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവമായി ശ്രമിക്കുന്നതിനെതിരെ ബംഗാൾ ജനങ്ങളുടെ വിചാരവികാരങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ സുപ്രീം കോടതിയുടെ മുന്നിൽ ഇലക്ഷൻ കമ്മീഷൻ കേവലം വാട്സപ്പ് കമ്മീഷനാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് അവരുടെ വാദങ്ങൾ നിരത്തിയത്. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഇത്തരത്തിൽ സമരരംഗത്ത് സുപ്രീം കോടതിയുടെ പ്ലാറ്റ്ഫോമിനെ പോലും മാറ്റുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ രൂക്ഷമായ വിഷയങ്ങൾ സംസ്ഥാനത്ത് സജീവമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ വിഷയത്തിൽ ഇത്ര വൈകാരികമായി പ്രതികരിക്കാത്തത് എന്ന് നമ്മളെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. ബംഗാൾ ജനതയുടെ വിചാരവികാരങ്ങളെ തൊട്ടറിഞ്ഞ മമതാ ബാനർജി 2011 നടത്തിയ വലിയ രാഷ്ട്രീയ അട്ടിമറി, പിന്നീട് അവർക്കുണ്ടായ പടിപടിയായ മുന്നേറ്റം, 4ാം തവണയും അവർ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാകാൻ മറ്റാരേക്കാളും യോഗ്യത ഉള്ളവരാണ് എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയിലെ അവരുടെ ഇടപെടലൊക്കെ തെളിയിക്കുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും ഭീഷണിയായി മാറുന്ന BJP സർക്കാരിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന അട്ടിമറി ഈ ബംഗാളിൽ, ഞങ്ങളുടെ ബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി സുപ്രീം കോടതിയുടെ പ്ലാറ്റ്ഫോമിൽ നടത്തിയ അവരുടെ ഇടപെടലുകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷക എന്ന ബാനറിലേക്ക്, എന്ന പേരിലേക്ക് അവരെ ഉയർത്തുന്നുണ്ട്. അവിടെയാണ് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും അവിടുത്തെ മറ്റ് നേതാക്കന്മാരും ഇത്തരത്തിൽ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി, വൈകാരിക വിഷയമായി ഉയർത്തുവാൻ മടിച്ചു നിൽക്കുന്നത് എന്ന ഉത്കണ്ഠ ഓരോ മലയാളിക്കും ഇപ്പോൾ സജീവമായി മാറുകയാണ്.